തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്നതാണ്. സ്ത്രീക്ക് സ്വന്തം വീട്ടിലും പൊതുസ്ഥലത്തും സമൂഹത്തിലും എത്ര സുരക്ഷയാണോ ഉള്ളത് അതാണ് തൊഴിലിടങ്ങളിലും ഉള്ളത്. സംശയമൊന്നുമില്ലല്ലോ. എത്ര നിയമം വന്നാലും അങ്ങനെ തന്നെ. ഡൊമസ്റ്റിക് വയലൻസിന് നിയമമുണ്ട്, പൊതുസ്ഥലങ്ങളിലെ സ്ത്രീകളെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനെതിരെ നിയമമുണ്ട്, വളരെയധികം നിയമങ്ങളുണ്ട്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും നിയമമുണ്ട്. പോഷ് എന്ന് പറഞ്ഞൊരു നിയമം 2013 കേന്ദ്ര സർക്കാർ നിലവിൽ വന്നു. അത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് ഓഫ് വിമൻ ഇൻ വർക്ക് പ്ലേസസ് ആക്ട്. അതിനകത്ത് പ്രിവെൻഷൻ മാത്രമല്ല, പ്രൊഹിബിഷൻ മാത്രമല്ല, റിഡ്രസൽ കൂടെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമമാണ് വന്നിരിക്കുന്നത്. അതിനിപ്പോൾ 11 വർഷം ആകുന്നു. എത്ര കേസ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കും, എത്ര സ്ത്രീകൾ ഇതിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷിക്കും, തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ ഹാരാസ്മെന്റ് കുറഞ്ഞോ എന്ന് അന്വേഷിക്കും. ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. ആർക്കും ഉണ്ടാവാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തൊഴിലെടുത്തുമുണ്ട്. കാരണം മാഡം പറഞ്ഞ പോലെ സ്ത്രീകൾ വളരെ കുറവാണ് എല്ലാ സ്ഥലത്തും. പുരുഷന്മാരുടെ ആധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുപോലെയുള്ള ഹാരാസ്മെന്റുകൾ ഉണ്ടാവും. തമ്മിൽ പോകുവഴി ശക്തീകരണം, എംപവർമെന്റ്. ഒരു സ്ത്രീ ആരാണ് ശക്തീകരിക്കേണ്ടത്? സമൂഹമാണോ? സർക്കാരാണോ? പുരുഷന്മാരാണോ? കുടുംബമാണോ? അച്ഛനമ്മമാരാണോ? ഇതിനൊരു കഥ പശ്ചാത്തലമായിട്ട് പറയുകയാണ്. ഗാന്ധിജി പറഞ്ഞ പോലെ മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ ചെറിയ 2 വാക്കിലൊരു സന്ദേശം. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 6 കൂടുതൽ 63 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ വീട്ടിൽ ഒരച്ഛനും അമ്മയും ഒരു മിഡിൽ ഇൻകം ലെവലിൽ ഇടത്തരം ഉള്ള ഒരു കുടുംബത്തിൽ ഒരു 3ാമത് ജനിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. 3ാമത് ജനിക്കുന്ന ഒരു ആൺകുഞ്ഞാവണെ എന്ന് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോൾ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു പെണ്ണ് പിറന്നു വീണു. അതും കറുത്ത്, കാണാൻ ഒരു ചേരുമില്ലാതെ. അമ്മ തന്നെ പറഞ്ഞിരുന്നു കണ്ടാ എഴുതിനെയൊക്കെ പോലെ ഇരിക്കുന്നു, അതിന് പാല് കൊടുക്കാൻ പോലും തോന്നിയിരുന്നില്ല. അപ്പൊ അമ്മ കരഞ്ഞ് വിഷമിച്ച് കിടന്ന് കൊച്ചി കിടന്ന് കരയുന്നു, അമ്മയും കരയുന്നു. അത് ആ അപകർഷത്തെ പോകുന്ന കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? കാരണം ചെറുപ്പകാലം മുതൽ ഈ കേൾക്കുന്ന കഥയാണ്. നിനക്ക് വേണ്ടാതെ ജനിച്ച കുഞ്ഞാണ്. 2 ചേച്ചിമാരെ അത് കഴിഞ്ഞിട്ട് 3ാമതാകുമ്പോൾ തീർച്ചയായും 2 ചേച്ചിമാരായിട്ട് ഉപേക്ഷിച്ച് പോകുന്ന സാധനങ്ങൾ, ഉടുപ്പുകൾ, സ്കൂളിലെ ബാഗല്ല പെട്ടിയാണ്. അതുപോലെ സ്കൂൾ പുസ്തകങ്ങൾ, ഒരു കളിപ്പാട്ടങ്ങൾ പോലും ഒന്നും പുതിയതായിട്ട് കിട്ടാൻ പിടിക്കാത്ത കാര്യം. വീട്ടുകാരും സമൂഹവും എല്ലാവരും പറഞ്ഞു ഇതിനെക്കൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കുട്ടി 17 വയസ്സ് ആവുന്നതിന് 14 വയസ്സിലേക്ക് അച്ഛൻ മരിച്ചു പോയപ്പോൾ 17 വയസ്സിൽ വഴുത്തിയിട്ടുണ്ടായി. അന്ന് ഒരു അപകർഷതാബോധത്തോടെ കൂടി ജീവിച്ചത് കൊണ്ടായിരിക്കണം 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സില്ല. അച്ഛനും അമ്മയും പ്രതീക്ഷിച്ചതുപോലെ പ്രീ ഡിഗ്രി, അതൊക്കെ +2 പ്രീ ഡിഗ്രി ആയിരുന്നു. അത് കഴിയുമ്പോൾ മെഡിസിൻ ചേരാനുള്ള മാർഗമില്ല. ചേച്ചിമാർ 2 പേരും മെഡിസിൻ ചേർന്നു. ഇവള് താല്പര്യം പോലെ ഇംഗ്ലീഷ് സാഹിത്യം എടുത്ത് പഠിച്ചത് കൊണ്ട് എല്ലാവരും വളരെ പരിഹസിച്ചുകൊണ്ട് ഇംഗ്ലീഷാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇംഗ്ലീഷ് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വളർന്ന ഒരു പെണ്ണാണ് 17ാമത്തെ വയസ്സിൽ എങ്ങനെയോ ഒരു തിരിച്ചൊരു വഴിത്തിരി ഉണ്ടായിട്ട് ഞാൻ പിന്നീട് പറയാം. കണ്ണാടി നോക്കി ഇത് അവർ പറയുന്നത് പോലൊന്നും അല്ലല്ലോ ഈ വ്യക്തിക്ക് എന്തോ ഒരു ഗുണമുണ്ടല്ലോ എന്ന് സ്വയം മനസ്സിലാക്കിയ ആ നിമിഷം ആണ് അതിൻ്റെ ഒരു ഉയർച്ച തുടങ്ങിയത്. ഇഷ്ടമുള്ള വിഷയം പഠിക്കണം എന്നുള്ള നിർബന്ധം. എനിക്ക് ഈ 3 വർഷം കൂടെ സയൻസ് പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പഠിച്ച് ചേരണ്ട എന്നുള്ള നിർബന്ധം. സ്വയം ഞാൻ ജീവിതം ജീവിച്ചോളാം എന്നുള്ള വാശി, അതിൻ്റെ പുറത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഇപ്പം കാണുന്ന ശ്രീലേഖ IPS, കേരളത്തിലെ ആദ്യ വനിതാ. എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇതുവരെ ആകാൻ പറ്റുമെങ്കിൽ ആർക്കും എന്ത് നേടാം. ആരും ഒന്നും പ്രതീക്ഷിക്കരുത്. സംവരണമില്ലാത്ത, രാഷ്ട്രീയതയില്ലാത്തൊരു കുടുംബത്തിൽ പിറന്നത് കൊണ്ട് ജോലിക്കോ പഠിത്തത്തിനോ സ്കോളർഷിപ്പിനോ ഒന്നും സംവരണം കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു നായ പെൺകുട്ടി എന്ന് പറഞ്ഞ് NSSലെ ജോലിക്ക് വേണ്ടി പോയപ്പോൾ കാശില്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റില്ല, നായരാണെങ്കിൽ എന്താ പൈസ വേണ്ടേ, 2 വർഷത്തെ ശമ്പളം മുൻകൂർ ഡൊണേഷനായിട്ട് താനെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം. ഒരിടത്തും ദൃശ്യമില്ലായിരുന്നു. പക്ഷേ ആരാ ഒരു പുരുഷനില്ലായിരുന്നു സഹായിക്കാൻ, ഒരു IPS IAS ഓഫീസർ ഇല്ലായിരുന്നു വഴി കാട്ടാൻ. സ്വന്തം മാതാപിതാക്കൾ ഒരു പരിധിവരെയെങ്കിലും സഹായിക്കുമെങ്കിലും അവരുടെ സഹായം എനിക്ക് വേണ്ട. സ്വയം കണ്ടുപിടിച്ച് സ്വയം ശക്തി ആർജിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി കിട്ടൂ. ശക്തീകരണം എന്ന് പറയുന്നത് ആവശ്യമില്ല.
ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശക്തിയുടെ ഭാഗങ്ങളാണ്. ബിക്കോസ് കാരണം എന്താണ്? സ്ത്രീയാണ് ശക്തി, സ്ത്രീയുടെ അകത്താണ് ശക്തിയുള്ളത്. ആ ശക്തി തിരിച്ചറിഞ്ഞവരാണ് നിങ്ങളോട് ഞാൻ ശക്തിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും നിങ്ങൾ തന്നെ സ്വയം ഫീൽഡിൽ ഇഷ്ടമുള്ള, ഞാൻ ആസ്വദിക്കുന്ന, താല്പര്യമുള്ള ഒരു സ്ഥലത്ത് പോയി ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാവാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ മല്ലിക സുകുമാരൻ ഇഷ്ടമുള്ള കാര്യം ആക്ടിങ്, അതിൽ ഏറ്റവും മുകളിലെത്തി. മോള് പാടുന്ന മോള് പാടി പാടി എന്ന് ഭയങ്കര ഹൈറ്റിലെത്തിയത് അതുകൊണ്ടാണ്. കാരണം ഷീസ് എൻജോയ്, ആ ഒരു ജോലിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, ആ അച്ചീവ്മെന്റിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ എല്ലാം വരും, എല്ലാ അംഗീകാരങ്ങളും എല്ലാ ഭാഗ്യങ്ങളും വരും. അതാണ് ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ആരും നമുക്ക് തരണ്ട. ഞാൻ സമരത്തിനെതിരാണ് മാഡം പറഞ്ഞതിനോട് എനിക്ക് എളുപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ കിട്ടില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ശക്തി സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷം. ഞാൻ അറിഞ്ഞതിന്റെ കാരണം പുസ്തകം വായിച്ചതുകൊണ്ടാണ്. 17ാമത്തെ വയസ്സിൽ ഒരു കസിന്റെ വീട്ടിൽ പോയി അവിടുത്തെ ഷെൽഫിൽ പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളത് അതിന്റെ ഷെൽഫിൽ നിന്നൊരു പുസ്തകം എടുത്തു വെച്ച് അയൺ റാങ്കിന്റെ അതിന്റെ സ്ട്രെങ്ത് എന്നൊരു പുസ്തകമാണ്. എൻ്റെ കഥയൊക്കെ മോശമാണ്, പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ സ്വയം നമ്മളെ പറ്റി നമുക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ തോന്നും. അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ്, സമൂഹം എന്ന് പറയുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഞാൻ ആരാണ് എന്ന് തെളിയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ശക്തിയുള്ള ഒരു ക്യാരക്ടർ അതിനകത്തുള്ളത് കൊണ്ട് അത് ഞാൻ അങ്ങനെ ആയിക്കൂടെ എന്ന് തോന്നൽ വന്നത് കൊണ്ടാണ് ആ ഒരു വഴിത്തിരിവുണ്ടായത്. അപ്പൊ ഈ ഒരു വഴിത്തിരിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വയം ശക്തി നമ്മൾ അംഗീകരിക്കുമ്പോൾ വാതായനങ്ങൾ ഇങ്ങനെ തുറന്നു വരും നമ്മുടെ മുമ്പിൽ. പിന്നീട് ജീവിതം എന്ന് പറയുന്നത് വളരെ സുഖകരമാണ്. ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ വർക്ക് പ്ലേസസ് ആക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ചലഞ്ച് എനിക്കും ഉണ്ടായതാണ്. ഒരു IPS ഓഫീസർ ആദ്യത്തെ ആണെങ്കിൽ പുരുഷന്മാർക്ക് ആർക്കും അറിയില്ല ഇവരെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പുച്ഛം നേരിട്ടിട്ടുണ്ട്. ആദ്യമായി ഒരു DGP ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞത് വുമൺ ഈസ് കമ്മിങ് ടു പൊല്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അതുപോലും കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് തൊട്ട് 33 വർഷത്തോളം, 33.5 വർഷം ഞാൻ 5 മാസം പോയി കളയാൻ എനിക്ക് ഇഷ്ടമില്ല. അത്രയും നാള് ഓരോ ഘട്ടങ്ങളിൽ വെച്ച് ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കിട്ടാതെ പല തരത്തിലുള്ള ഉപദ്രവം ഉണ്ടായിട്ടും പിടിച്ചു നിന്നതും സഹിച്ചതും ഇതൊക്കെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരൊറ്റ അടുത്ത വഴിത്തിരിവ് എന്ന് പറയുന്ന അതാണ്. വൺസ് വെൻ യു റിയലൈസ് ദാറ്റ് ഇതുപോലെ ഉണ്ടാകുന്ന എല്ലാ മുറിവുകളും അപമാനങ്ങളും ഇതുപോലെ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഒരു കല്ലിനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് വിസപ്പെടുത്തി അത് പൊടിഞ്ഞു പോയാൽ പൊട്ടിയിരുന്നു. അതോടുകൂടി ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തിരുന്നെങ്കിൽ ആ കല്ലിന് പൊടിഞ്ഞു പോയേനെ. പക്ഷെ പിടിച്ച് നിന്ന് അതിങ്ങനെ ഒരച്ച വിസപ്പെടുത്തി എടുത്ത് കുറെ തട്ടൽ മുട്ടലൊക്കെ കഴിയുമെന്നാണ് തിളങ്ങി വരും അവരുടെ കുടുംബമായിട്ടൊരു രക്തം വളരെ വലിയ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും ഈ റിമെമ്പർ അത് നമ്മളെ നല്ലതാക്കാനുള്ള ഒരച്ച് വൃത്തിയാക്കി നമ്മുടെ വില കൂട്ടാനുള്ള പ്രക്രിയയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പമായിരിക്കും. വിട്ടുകൊടുക്കരുത്, തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കുക. ഐ ലവ് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു കേരളമോദി. താങ്ക് യു. ഇത് ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ചോദ്യോത്തര വേളയുണ്ട്.